വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ എന്ന ഭാഗമാണ്. ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. കണ്ടില്ലേ, കേക്കൊക്കെ മുറിക്കാൻ വെച്ചിരിക്കുന്നു, കുട്ടികൾ ആർത്തുല്ലസിക്കുന്നുണ്ട്. ഒരു ഫെസ്റ്റിവിറ്റിയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ വരികളും ഇതിനോടൊപ്പം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണത്? യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. യു ആർ ഇൻവൈറ്റഡ് ടു ദി ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. യുവർ ലൈഫ് ഈസ് ബ്ലസ്ഡ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ലെറ്റ് us സിംഗ് എ സോങ്. നമുക്കൊരു ഗാനം ആലപിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു കുടുംബത്തിൽ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണിത്. ആ ചടങ്ങ് ഇപ്പം നടക്കുകയാണ്. ആ ചടങ്ങിൽ ആലപിക്കുന്ന ഗാനമാണിപ്പം നിങ്ങൾ കേട്ടത്. ആ കുട്ടിക്കുള്ള ജന്മദിന ആശംസകളാണ് ഇവിടെ നേർന്നത്. ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂ ഫ്രണ്ട്സ്, ഫ്രം ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു ആൻഡ് ഹാപ്പിനെസ് ടു. എന്തൊക്കെയാണ് പറയുന്നത്? ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഫ്രം ട്രൂ ഫ്രണ്ട്സ്. നല്ല സുഹൃത്തുക്കളിൽ നിന്നും ശരിയായ സുഹൃത്തുക്കളിൽ നിന്നും. ആൻഡ് ഫ്രം ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്. പഴയ സുഹൃത്തുക്കളിൽ നിന്നും പുതിയ സുഹൃത്തുക്കളിൽ നിന്നും. മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു. നിന്നോടുകൂടി ഭാഗ്യം കടന്നില്ലട്ടെ, അതുപോലെ തന്നെ സന്തോഷവും. ദി സീ പാലസ്. കടലിലെ കൊട്ടാരം. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ചില്ലുകൊട്ടാരം. രത്നക്കല്ലുകളും മുത്തുകളും പതിച്ച നല്ലൊരു സ്ഫടികക്കൊട്ടാരം. അതിൻ്റെ ചുറ്റും എന്തെല്ലാമൊക്കെ ഉണ്ട് ജീവികളെ. സ്റ്റാർ ഫിഷ് ഉണ്ട്, സമുദ്രത്തിലൂടെ നടക്കുന്ന സ്റ്റാർ ഫിഷുകളുണ്ട്, ഒന്നല്ല പലതും ഉണ്ടല്ലേ. അതുപോലെ തന്നെ നോക്കിയേ, നക്ഷത്ര മത്സ്യമുണ്ട്, ഡോൾഫിനുണ്ട്, പിന്നെയോ ജെല്ലി ഫിഷ് ഉണ്ട്. ഇവയെല്ലാം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകളാണ്. നമുക്കേ ആ പാഠമൊന്ന് വായിക്കാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ് കണ്ടില്ലേ, കടലിലൂടെ നീന്തി തുടിക്കുകയാണ്. ഇറ്റ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഹീ സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവൻ കണ്ടു മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, തൻ്റെ പല സുഹൃത്തുക്കളെയും. അവരെന്താ ചെയ്യുന്നത്? ദേ ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവരെല്ലാവരും ഒരേ ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിങ് ഓൺ ദ വേവ്സ്. തിരമാലകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതാണ് സ്റ്റാർ ഫിഷ്. നക്ഷത്ര മത്സ്യമേ, ആ തിരമാലകൾക്ക് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നവയാണ്. ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് പോകുന്നവയാണ്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ജെല്ലി ഫിഷ് ആണെങ്കിൽ വെള്ളത്തിൽ തിളങ്ങി, സ്പാർക്കിൾ ചെയ്തു. ഇൻ ദ ബ്ലൂ വാട്ടർ, നീല ജലത്തിൽ ജെല്ലി ഫിഷ് ഇങ്ങനെ തിളങ്ങി. ഡോൾഫിൻസ് വെയർ ഡാൻസിങ്. ഡോൾഫിൻസ് കണ്ടില്ലേ, നൃത്തം ചെയ്യുന്നു. ഡോൾഫിൻസ് വെയർ ഡാൻസിങ്. വെയർ ആർ ദേ ഗോയിങ്. അവരെങ്ങോട്ടാണ് പോകുന്നത്? ദി ഗോൾഡ് ഫിഷ് തോട്ട്സ്. ഗോൾഡ് ഫിഷ് ആലോചിച്ചു. തോട്ട് മീൻസ് ആലോചിച്ചു. തിങ്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. തോട്ട് ആലോചിച്ചു. ഹീ ഫോളോഡ് ദം. അവരെ അങ്ങ് പിന്തുടർന്നു. ഹേ ഫോളോഡ് ദം ഇൻ ദ ഡീപ് സീ. ആഴക്കടലിൽ. ഹീ സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഹീ സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഒരു നല്ല ഭംഗിയുള്ള ഗ്ലാസ് പാലസ്. ഗ്ലാസ് പാലസ് മീൻസ് ചില്ലുകൊട്ടാരം അല്ലെ സ്ഫടിക കൊട്ടാരം. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജംസ് ആൻഡ് പേൾസ്. ആ കൊട്ടാരത്തെ രത്നക്കല്ലുകൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജംസ് ആൻഡ് പേൾസ്.
ദ ഡോർസ് ഓഫ് ദ പാലസ് വർ വൈഡ് ഓപ്പൺ. കൊട്ടാരത്തിൻ്റെ വാതിലുകളെല്ലാം തന്നെ വളരെ നന്നായി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ജലകന്യക, ദ മെർമെയ്ഡ്, എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. സുന്ദരിയായ ഒരു ജലകന്യക കൊട്ടാരത്തിൻ്റെ വാതുക്കൽ കാണപ്പെട്ടു. ഇറ്റ് അപ്പിയർഡ് നിയർ ദ ഡോർ. അവിടെ അവൾ പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രിറ്റി ഷീ ഈസ്. അവൾ എത്ര സുന്ദരിയാണ്. ഗോൾഡ് ഫിഷ് അറിയാതെ ഉറക്കെ പറഞ്ഞുപോയി. ഹി എക്സ്ക്ലെയിംഡ് എന്നാ പറഞ്ഞത്. ദ ഗോൾഡ് ഫിഷ് എക്സ്ക്ലെയിംഡ് ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പോൾ പ്രിൻസസ് ജൂലിയ ആണത്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയയ്ക്ക് ജന്മദിന ആശംസകൾ നേരുകയാണ്. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്. ഞങ്ങൾ നിനക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ജെല്ലി ഫിഷ് ബ്രോഡ് ഗ്ലിൻറ്റിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് ആണെങ്കിലോ നല്ല ഒന്നാം തിളങ്ങുന്ന ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. ജെല്ലി ഫിഷ് ബ്രോഡ് ഗ്ലിൻറ്റിങ് ലൈറ്റ്സ്. തിളങ്ങുന്ന പ്രകാശം കൊണ്ടുവന്നു. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. കിലുങ്ങുന്ന വളകളുമായിട്ടാണ് തിമിംഗലങ്ങൾ വന്നിരിക്കുന്നത്. വെയിൽസ് മീൻസ് തിമിംഗലങ്ങൾ. തിമിംഗലങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എന്താണ്? നല്ല കിലുങ്ങുന്ന വളകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോൾഫിൻ ക്യാരീഡ് ഫ്രാഗ്രൻ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് ആണെങ്കിൽ നല്ല വാസനയേറിയ ഫ്രാഗ്രൻ്റ് ആയിരിക്കുന്ന നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവന്നു. ഫ്രാഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ വാസനയുള്ള നല്ല സുഗന്ധമുള്ള എന്നാണ് അർത്ഥം. ഫ്രാഗ്രൻ്റ് ഫ്ലവേഴ്സ്, സുഗന്ധമുള്ള പുഷ്പങ്ങൾ. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവൾ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. വളരെ നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ. കമോൺ വന്നാലും. ലെറ്റസ് ബിഗിൻ ദ പാർട്ടി. നമുക്ക് ഈ പാർട്ടി തുടങ്ങാം. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ ദ ടേബിൾ ഇൻ ദ ഹോൾ. ആ ടേബിളിലെ ഹോളിൻ്റെ ടേബിളിൽ ദർ വാസ് എ ബിഗ് കേക്ക്. ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു. ദ പാർട്ടി ബിഗാൻ. പാർട്ടി തുടങ്ങി. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി. അവരെങ്ങനെയാണ് പാർട്ടി തുടങ്ങുന്നത്? നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.